വ്യാഴാഴ്ച കലാമണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന തിമില അധ്യാപകരുടെ ഇന്റർവ്യൂ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിലെ വൈസ് ചാൻസലറെ കണ്ട് ചർച്ച നടത്തി. ബുധനാഴ്ച രാവിലെ 10 മണിയോടെ നിരവധി പ്രവർത്തകർക്കൊപ്പം കലാമണ്ഡലത്തിലെത്തിയ പ്രവർത്തകരെ ചെറുതുരുത്തി പോലീസ് തടയുകയും വൈസ് ചാൻസലറുടെ ചേംബറിലേക്ക് 5 പേരിൽ കൂടുതൽ കടത്തിവിടില്ലെന്ന് അറിയിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. കേരള കലാമണ്ഡലത്തിലെ വീസിനെ കാണാൻ പോലീസിന് ശുപാർശ ആവശ്യമില്ലാതെ തുടർന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷാനവാസിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘം വൈസ് ചാൻസലറെ കാണുകയും പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി വ്യാഴാഴ്ച കലാമണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന തിമില അധ്യാപകരുടെ ഇന്റർവ്യൂ മാറ്റിവെക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. നിങ്ങൾ സംസാരിച്ചോ? VCയോട് പറയാനുള്ളത്, നാളെ നടത്താൻ പോകുന്ന ഇന്റർവ്യൂ നിങ്ങൾ മാറ്റിവെച്ചേ പറ്റൂ. ഇവിടെ സാംസ്കാരിക വകുപ്പിന്റെ ലെറ്റർ ഇല്ലാതെ, അനുമതി ഇല്ലാതെ സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് തീരുമാനത്തിൽ മുന്നോട്ട് പോകാൻ ഭാവമെങ്കിൽ ഈ സാധനം എടുക്കും. ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. പുതിയ നിയമനങ്ങൾ നടത്തേണ്ട. എന്താണ് UDF കേരളത്തെ ജനങ്ങൾ അധികാരം കൊടുത്തത്? നിങ്ങൾ ഇത് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ തിടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമനം നടത്താൻ പറ്റില്ല. അതിന് സാംസ്കാരിക വകുപ്പിന്റെ അനുമതി വേണം. അറിയില്ലെങ്കിൽ എന്താ? അറിയില്ലെങ്കിൽ പഠിപ്പിക്കാം. അത്രയും അഹങ്കരിക്കല്ലേ? നിങ്ങൾക്കിപ്പോ നിലവിൽ നിൽക്കുന്ന സംവിധാനം തുടർന്നു പോവുക. ആവശ്യം അംഗീകരിക്കാതെ ഇന്റർവ്യൂ നടന്നാൽ തടയുമെന്നും PA ഷാനവാസ് മുന്നറിയിപ്പ് നൽകി. സാംസ്കാരിക വകുപ്പിന്റെ അനുമതിയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സർക്കാരിന്റെ മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിരവധി ഇന്റർവ്യൂകൾ വെക്കുകയും ആളുകളെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പുതിയതായി തിമില അധ്യാപകരുടെ ഇന്റർവ്യൂ നടത്താൻ വേണ്ടി കലാമണ്ഡലം നിശ്ചയിച്ചു എന്നുള്ള അറിയിപ്പ് കിട്ടിയത് രേഖാമൂലം രജിസ്ട്രാറുടെ കത്തും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ VCയെ കാണാനെത്തിയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പ് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ല, സർക്കാരിന് അറിവില്ല. ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാം എങ്കിൽ കൂടിയും ആ തീരുമാനങ്ങളൊക്കെ കുറച്ചുകൂടി ജനകീയമാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കലാമണ്ഡലത്തിൻ്റെ നാശോത്മകമായ പ്രവർത്തനം നേതൃത്വം കൊടുത്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ തിമില അധ്യാപകരുടെ ഈ ഇന്റർവ്യൂ മാറ്റിവെക്കണമെന്ന് VCയെ കണ്ട് അറിയിച്ചിട്ടുണ്ട്. പോലീസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ള നടപടിയിലേക്ക് VCയും സംഘാംഗങ്ങളും കടന്നാൽ നാളത്തെ ഇന്റർവ്യൂ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ തടഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരള കലാമണ്ഡലത്തിനെ ഇത്രത്തോളം നശിപ്പിച്ച കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് എല്ലാ മേഖലകളും സാമ്പത്തികമായി, സാംസ്കാരികമായി അങ്ങനെ ഒരു കലാ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിനെ ഏതൊക്കെ തരത്തിലാണോ അപമാനിക്കാൻ കഴിയുക, കൊള്ളയടിക്കാൻ കഴിയുക, ആ കൊള്ള സംഘത്തിനെ ഇതിനകത്ത് നിന്ന് ഇറക്കാതെ ഞങ്ങൾ പിന്മാറില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ സാംസ്കാരിക വകുപ്പുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്, സാംസ്കാരിക മന്ത്രിയുണ്ട്. ഇവരാണ് ഈ സാംസ്കാരിക വകുപ്പിന് കീഴിൽ വരുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ കൈക്കൊള്ളേണ്ടത്. പക്ഷേ ഇവിടെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾ ചില ആളുകളെ നിലനിർത്തുന്നതിന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് ഇവിടെ ഇപ്പോൾ VCയുടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പെൻഷനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ജീവനക്കാരുടെ ചാർജ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം നടത്തുന്ന ഇത്തരത്തിലുള്ള അഴിമതികൾ സർക്കാർ നടപടിയെടുക്കാൻ കഴിയില്ല, കാരണം ആൾ പെൻഷനായിട്ടുള്ള ആളാണ്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് ഈ കലാമണ്ഡലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭരണാധികാരികൾ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ 102 സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വന്നു കേരളത്തിൽ. അതിനർത്ഥം പുതിയ നിയമനങ്ങളൊന്നും ഈ ഭരണസമിതിയോ ഈ രജിസ്ട്രാറോ ഈ VCയോ എടുക്കേണ്ട ആവശ്യമില്ല. പുതിയ തീരുമാനങ്ങൾ പുതിയ സർക്കാർ എടുക്കട്ടെ, പുതിയ ഭരണസമിതി വരട്ടെ. എല്ലാ യൂണിവേഴ്സിറ്റികളിലും മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള കലാമണ്ഡലത്തിൽ മാത്രം ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുക, ഇവിടെ ആളുകളെ തിരികെ കയറ്റുക, അധ്യാപകരെ അനധ്യാപക നിയമനം, ഇതിന്റെ ഓഫീസിനകത്തുള്ള നിയമനം, ഇതൊന്നും ഇനി ഈ ഭരണസമിതിയോ ഈ രജിസ്ട്രാറോ ഈ VCയോ നടത്തേണ്ട. നാളെ നടക്കാൻ പോകുന്ന ഇന്റർവ്യൂ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ
ഒരു സംശയം വേണം ഇന്റർവ്യൂ തടഞ്ഞിരിക്കും. എന്നാൽ കളരികളിൽ അധ്യാപകരില്ലാത്തതിനെ തുടർന്നാണ് ഇന്റർവ്യൂ നടത്തുന്നതെന്നും ക്ലാസ് തുറന്ന് ഇതുവരെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ കളരിയിൽ വെറുതെ ഇരിക്കുകയാണെന്നും വൈസ് ചാൻസലർ പ്രതിഷേധക്കാരെ അറിയിച്ചു. ഓഗസ്റ്റ് 15-ന് അരങ്ങേറ്റം കുറിക്കാനുള്ളതുകൊണ്ടും അടിയന്തരമായി അധ്യാപകരെ ഇന്റർവ്യൂ ചെയ്ത് നിയമിച്ച് ക്ലാസ് നടത്താനുള്ള നടപടിയാണ് ഞങ്ങൾ കൈക്കൊള്ളുന്നതെന്നും കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ പറഞ്ഞു. നാളെ 2-3 വിഷയത്തിലുണ്ട്, കലാവിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞവർ. കാരണം നമുക്കിപ്പോൾ ഇവിടെ കലാവിഷയങ്ങൾ പഠിപ്പിക്കാൻ അധ്യാപകരില്ല. അങ്ങനെ അധ്യാപകരില്ലാത്ത വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഒരു വാക്കിൻ ഇൻ്റർവ്യൂ വെച്ചിരിക്കുന്നത്. കാരണം ക്ലാസ്സുകൾ പലതും നടക്കുന്നില്ല, കുട്ടികൾ വളരെ പ്രതിഷേധത്തിലാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ ടീച്ചേഴ്സ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൂട്ടിയിടേണ്ടി വരും. ആ ഒരു സാഹചര്യം വന്നുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്തത്. അപ്പം അതിന് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന കാര്യമാണിത്. അപ്പം അതിന് എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു റെപ്രസെൻറ്റേഷൻ വന്നിട്ടുള്ളത്. ഇവരോട്ട് ആലോചിച്ച് പിന്നെ ഇവരും വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പം അവരുടെ നിർദ്ദേശങ്ങൾക്കായിട്ട് കാത്തിരിക്കും.